ഹലോ കേസ് മുത്തുമ്പോൾ എന്തൊക്കെ വർത്തം മുത്തേക്കറിലെ കൽക്കണ്ട കറിയെ സൂക്കിട്ട മുമ്മുന്തിരി അമ്മിമലടിച്ച ചമ്മന്തി എന്തായാലും എല്ലാവരും വർത്താനൊക്കെ നോമ്പൊക്കെ എവിടെ തിങ്ങളെ അപ്പൊ മുത്തുവാണെങ്കിൽ നമ്മളെ ഏഴാമത്തെ നോമ്പാട്ടോ സൗദി അറേബ്യത്തെ. അപ്പം ഇന്ന് സൗദി അറേബ്യത്തെ ഒരു ചെറിയൊരു നോമ്പറ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഇന്ന് സാധാരണഗതിയിൽ എന്നും ഞാനാണ് ഫുഡ് ഉണ്ടാക്കല്, നമ്മളെ കേരള സ്റ്റൈലായിട്ടിട്ട് വരിക. പിന്നെ കൂടുതലുള്ള രണ്ട് ബംഗാളി അവർക്ക് എന്നും പരാതിയാണ് നമ്മളെ ഫുഡ് ഉണ്ടാക്കില്ല, നമ്മളെ ഫുഡ് ഉണ്ടാക്കില്ല, നമ്മളെ ഫുഡ് ഉണ്ടാക്കില്ല. അപ്പൊ ഇന്ന് ഓരോ പരാതി തീർത്തു കൊടുത്തിട്ടുണ്ട്. എന്ത് ഇന്ന് ഓരോ നാട്ടിലത്തെ ഓരോ വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ ട്രഡീഷണൽ ഐറ്റം കേട്ടോ. നമ്മളെ നാട്ടിലത്തെ നമ്മൾ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന പൊരിയും അതിലേക്ക് നല്ല നമ്മളെ മസാല കടല അതിലേക്ക് ഓരോരു മസാലയും കാര്യങ്ങളാക്കിയിട്ടുള്ള ഒരു സംഭവമാണത്. ഇത് ഓൾക്ക് ഇല്ലെങ്കിൽ ഓലെ നോമ്പനില്ല എന്നാണ് ഓല് പറയുന്നത്. അത്രയും ഓൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഓല മെയിൻ ട്രഡീഷണൽ ഐറ്റം ആണ് കേട്ടോ നോമ്പിനുള്ള. ഇതാ കിടക്കുന്നുണ്ടല്ലോ ഓരോ നാട്ടിലെ ഒരു പരിപ്പ് വടാണ് ഇത് പൊരിച്ച് വെച്ചിരുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിലെ കട്ട്ലേറ്റ് ഇല്ലേ, ഈ കട്ട്ലേറ്റിന്റെ വേറെ ടൈപ്പ് സാധനം, അത് നമ്മളെ മറ്റേ ബ്രെഡ് ക്രംസ് ഒന്നും അല്ലാതെ മറ്റെന്താ പറയാ നമ്മൾ കടലമാവില് പൊരിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റമാണ് ഇതാ നമ്മളെ മറ്റേ വൈദ്യന നല്ല മസാല ഇട്ടിട്ട് നല്ല ഇതേമാതിരി പൊരിക്കുകയാണ്. ഇതൊക്കെ ഈ പൊരിയിലേക്ക് മിക്സ് ചെയ്തിട്ട് വല്ല ഒരു കടുകെണ്ണ ഉണ്ട്, ആ കടുകെണ്ണയും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഓല നാട്ടിലെ ട്രഡീഷണൽ ഐറ്റം ആവട്ടെ. നമുക്ക് വയ്യ കാണാം. എന്തായാലും നമുക്ക് പൊരിച്ച് കഴിയട്ടെ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പൊളിച്ചക്കത്തേക്കുള്ള സാധനമൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല പരിപ്പ് കറി ഉസാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതലുള്ള പരിപ്പും ചിക്കൻ പൊരിച്ചതുമാണ് പൊളിച്ചക്കത്തേക്കുള്ള ഐറ്റംസ് കേട്ടോ. അപ്പോൾ നല്ല മസാല തേച്ച് ഇങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കന്. അപ്പോൾ മൂപ്പര് എല്ലാവരും അടക്കത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുള്ള ബാക്കി നമുക്ക് കാണാം. 10 മണി ഞാൻ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ട് നോമ്പറക്കാൻ ഏകദേശം 5 മിനിറ്റ് മാത്രമേ ബാക്കി നമ്മുടെ മുന്നിലുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടി ജ്യൂസ് തയ്യാറാക്കി നല്ല മിൽക്ക് ഷേക്കാണ് അടിക്കുന്നത് നമ്മളിന്ന്. മിൽക്ക് ഷേക്കിലേക്ക് റൂമിലുള്ള ഏകദേശം ഫ്രൂട്ട്സൊക്കെ ഏകദേശം കേട് വരാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വെട്ടി കൂട്ടി മറ്റേ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ടോ നമുക്ക്. സാധനം ഉണ്ട്, കർമൂസ് ഉണ്ട്, പപ്പായ ഉണ്ട്, കാരക്ക ഉണ്ട്, ആപ്പിൾ ഉണ്ട്, എല്ലാ ഐറ്റംസും കൂടി വെട്ടിക്കൂട്ടി അങ്ങ് ഇട്ടിട്ടുണ്ട്. കളിക്കുന്നത് അങ്ങനെ കിടക്കുന്നുണ്ടാവും. ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. നല്ല കിടക്കാച്ചി കിണ്ണങ്കാച്ചി സാധനം കേട്ടോ. ഇന്നത്തെ കിടക്കുന്ന കിടപ്പ് കുടിച്ചാലറിയാം ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ ഗ്ലാസ്സിലേക്കൊക്കെ പാർന്ന് ഉസാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കൂടുതൽ 2 ആൾക്കാർ കൂടി ഷോപ്പ് പൂട്ടിയിട്ട് വരാനുണ്ട്. അപ്പോൾ ഓരോ കാത്തിക്കാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി നമ്മൾ സ്റ്റാർട്ടാകും. ഇതാ അടുത്ത ഐറ്റംസ് ഇതാ നമ്മളെ പൊരി മിക്സ് ചെയ്യണ ഇത് കേട്ടോ. നമ്മൾ പൊരിച്ച് വെച്ച എണ്ണക്കടികൾ ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് അവസാനം നമ്മളെ പൊരി ഇട്ടിട്ട് ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ കടുകെണ്ണ ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാലല്ല കിടുക്കാച്ചി സാധനവും നല്ല മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. प्लेट किधर है पूरा एक उधर है